ചെറിയ കക്കയില്ലേ, അത് വളരെ ഉള്ളതിൽ ഏറ്റവും ചെറുത് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഞാനതിങ്ങനെ ഹോളുള്ള പാത്രത്തിലിട്ട് അതിൻ്റെ ബ്ലാക്കൊക്കെ നന്നായിട്ടിങ്ങനെ നമുക്കത് ഒന്നൊന്നായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ചെറുത്, അങ്ങനെ ഉരച്ച് കഴുകാനേ പറ്റുള്ളൂ. ഓക്കെ, നീറ്റായിട്ട് കഴുകിയതിന് ശേഷം ഞാനൊരു പാൻ വെച്ചു. പാനിൽ വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചിയും കോക്കനട്ട്, അതായത് തേങ്ങാക്കൊത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇടാം, പക്ഷേ ഇത് രണ്ടും ഞാൻ സ്കിപ്പ് ചെയ്തു. ചെറിയ ഉള്ളി ഇട്ടു, പച്ചമുളക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടു. എന്നിട്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുത്തു. വഴറ്റിയെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആകണ്ട, വേപ്പിലയാണ് കേട്ടോ ഇതിൻ്റെ അകത്തിട്ടേക്കണേ. എന്നിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ഇത് രണ്ടും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അധികം മസാല നമുക്ക് ഈ കക്കയ്ക്ക് നല്ലതല്ല, ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് അധികം മസാലകൾ വേണ്ട. പിന്നെ അധികം വേകാനും പാടില്ല. കക്ക വേകുന്നതെന്ന് വെച്ചാൽ ഭയങ്കര റബ്ബർ പോലെ ആയിപ്പോവും. നമുക്ക് വായിൽ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ റബ്ബർ പോലെ കഴിക്കുന്ന ആ ഒരു ഫീൽ വരും. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന കക്ക എടുത്ത് തട്ടി, എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനിയാണ് ഞാൻ ഇതിലേക്ക് പെപ്പർ ഇടാൻ പോകുന്നത്. പെപ്പർ ഇട്ടിട്ട് വീണ്ടും ഞാൻ കുറച്ച് നേരം വഴറ്റി അടച്ചു വെച്ചു. ഞാൻ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടു, പിന്നെ സോഫ്റ്റായിട്ട് എടുത്തു കേട്ടോ, അങ്ങനെ ഒത്തിരി ഡ്രൈ ആക്കിയില്ല. കണ്ടോ, ഈ സമയത്താണ് ഞാൻ പെപ്പർ ഇട്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.